എല്ലാവരും സുഖമായിട്ടിരിക്കുകയല്ലേ? അപ്പോൾ നമുക്ക് ഇന്നൊരു കപ്പയും കൊഞ്ച് തീയലിൻ്റെ റെസിപ്പി നോക്കിയാലോ? അപ്പോൾ നമ്മൾ കപ്പയെല്ലാം ക്ലീൻ ചെയ്ത് അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട്. ഒന്ന് തിളച്ച് വരുമ്പോൾ ഊറ്റിയെടുക്കാം. തീയൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അരപ്പ് തയ്യാറാക്കി തുടങ്ങാം. അപ്പോൾ നമ്മളൊരു പാത്രം അടുപ്പിൽ ഒഴിച്ചു കൊടുത്തു, എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണയൊന്ന് ചൂടായി തുടങ്ങുന്ന സമയത്ത് നമുക്കിതിലേക്ക് തേങ്ങയും ഇഞ്ചി, വെളുത്തുള്ളി, ചുമന്നുള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം. നമുക്കിതിലേക്ക് കുരുമുളകും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഫ്ലെയിം സിമ്മിലാക്കിയിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. ചെറിയൊരു ഗോൾഡൻ കളറായി തുടങ്ങുമ്പോൾ നമുക്കതിലേക്ക് പെരുംജീരകം കൂടി ഇട്ട് കൊടുക്കാം. പെരുംജീരകം ഒരുപാടായി പോകാതെ ശ്രദ്ധിക്കണം. പിന്നെ നമുക്ക് ഇതിലോട്ട് മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്നുകൂടി റോസ്റ്റ് ചെയ്തെടുക്കണം. വറുത്ത് വെച്ച തേങ്ങയുടെ ചൂടൊക്കെ പോയി കഴിയുമ്പോഴത്തേക്ക് നമുക്കൊരു മിക്സിയുടെ ജാർ ഉപയോഗിച്ച് നല്ലതുപോലെ പേസ്റ്റായിട്ടൊന്ന് അരച്ചെടുക്കണം കേട്ടോ. കറി തയ്യാറാക്കാനായിട്ട് ചട്ടി അടുപ്പിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണയൊന്ന് ചൂടാകുമ്പോൾ നമുക്ക് കുഞ്ഞുള്ളി നന്നാക്കി എടുത്തത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ പകരമായിട്ട് നമ്മൾ സവാളയൊന്നും ചേർത്താൽ ഒട്ടും ടേസ്റ്റ് ഉണ്ടാവത്തില്ല. കുഞ്ഞുള്ളി നന്നാക്കി തന്നെ ചേർക്കണം. അപ്പോൾ കുഞ്ഞുള്ളി ചേർത്തതിലോട്ട് നമുക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ചെറിയ തീയിലിട്ടിട്ട് വഴറ്റി കൊടുക്കുകയാണ് കേട്ടോ. ഇനി നമ്മൾ ഇതിലേക്ക് തേങ്ങയുടെ അരപ്പും കൂടി അങ്ങ് ചേർത്ത് കൊടുക്കുകയാണ്. അരപ്പ് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഇനി പാകത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളയ്ക്കുന്നത് വരെ വെയിറ്റ് ചെയ്യുക. തിളച്ച് കഴിയുമ്പോൾ നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചേക്കുന്ന ചെമ്മീൻ കൂടി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഈ സമയത്ത് പുളിക്ക് ആവശ്യമായിട്ടുള്ള കുടംപുളിയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ വീഡിയോ എടുത്തപ്പം പുളി ഇട്ടത് വന്നിട്ടില്ല. ഞാൻ ഇതിനകത്ത് പുളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കറിയങ്ങ് മൂടി വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് വറവിടാൻ വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പിൽ വെച്ച് കൊടുത്ത് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. എണ്ണയൊന്ന് ചൂടായി തുടങ്ങുന്ന സമയത്ത് നമുക്ക് ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ ഒരു ഗോൾഡൻ കളറായി തുടങ്ങുമ്പോൾ പഴുത്ത ഒരു തക്കാളി സ്ലൈസ് ചെയ്തത് കൂടി ചേർത്തിട്ട് അതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. വഴറ്റിയെടുത്ത് കഴിഞ്ഞിട്ട് അത് നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുത്താൽ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് സ്കിപ്പ് ചെയ്യാതിരിക്കുക. അപ്പോൾ കൊഞ്ച് കിട്ടിയാൽ നിങ്ങളും ഇങ്ങനെയാണോ കറി വെക്കുന്നതെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നിങ്ങൾ വെക്കുന്ന റെസിപ്പിയും പറയണം കേട്ടോ. അപ്പോൾ കപ്പയൊക്കെ നല്ല തിളച്ച് വന്നിട്ടുണ്ട്. അപ്പം നല്ല പാകത്തിന് വെന്തിട്ടുണ്ട്. ഞാനിതൊന്ന് ഊറ്റിയെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് കപ്പയിലേക്ക് വേണ്ടിയിട്ടുള്ള അരപ്പ് തയ്യാറാക്കി എടുക്കാനായിട്ട് തേങ്ങ, മഞ്ഞൾപ്പൊടി, പച്ചമുളക്, ജീരകം, കറിവേപ്പിലയും കൂടി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളത് ചീനിയിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് ഒന്ന് ചൂടാക്കി എടുക്കും കേട്ടോ. എന്നിട്ട് നമ്മളിതുപോലെ ഒന്ന് ഇളക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കപ്പയും മീൻകറി എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ മലയാളികൾക്ക് ഒരു വികാരമാണല്ലേ. അപ്പോൾ ഇതേ റെസിപ്പി നിങ്ങളും ഒന്ന് വീട്ടിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരുപാട് ഇഷ്ടപ്പെടും. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകരുതേ. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം. ടാറ്റ ബൈ ബൈ, സീ യു.